ഹലോ കുട്ടീസ്, ഇന്നൊരു കമ്മലിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല സെറ്റപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്മല്. അത് നമ്മൾ ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു സ്റ്റഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിന് ചുറ്റും ഗമ്മ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് ഒന്നും കൂടെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ഒരു കമ്മല് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ധൈര്യമായിട്ട് ഇടാം കേട്ടോ. ഈ കാത് തൂങ്ങുന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട. കാരണം നമ്മുടെ ഹാൻഡ് മെയ്ഡ് കമ്മലായതുകൊണ്ട് നല്ല വെയിറ്റ് കുറവാണ്, നല്ല ലൈറ്റ് വെയിറ്റ് കമ്മലാണ്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു, കൂടുതൽ വന്ന സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ സ്റ്റഡിന്റെ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 3 ഹാങ്ങിങ് കൂടെ റെഡിയാക്കാം. നമ്മൾ ഹാങ്ങിങ് നമ്മളെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റോൺ ചെയിൻ വെച്ചിട്ടുള്ള ഹാങ്ങിങ് നമ്മൾ ആദ്യം ഒന്ന് നോക്കി നമുക്ക് ഏകദേശം സൈസ് മനസ്സിലാവും. നമുക്ക് എത്ര ഹാങ്ങിങ് വേണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഹാങ്ങിങ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 3 ഹാങ്ങിങ് ആണ് നമ്മൾ ഈ ഒരു കമ്മലിന് വെച്ച് കൊടുത്തത്. പക്ഷെ ഇങ്ങനെ മാത്രമല്ല ഒരു ഫുൾഫിൽനെസ് കിട്ടാത്ത പോലെ. അപ്പം നമുക്ക് എന്താക്കാം, അതിലേക്ക് നേരെ അതിൻ്റെയൊക്കെ ടിപ്പിൽ നമുക്ക് കുന്തൻ സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ കമ്മൽ ഒന്നും കൂടെ ക്യൂട്ടാവുമല്ലോ. അപ്പം അതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാന്ന് അതിനുള്ള ആ ഒരു ഭംഗി വേണ്ടേ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലെയറിൽ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത ലെയറിലാണ് കേട്ടോ. അടുത്ത ലെയറിൽ വെച്ചെടുത്തു. പക്ഷെ ആ കുന്തൻ സ്റ്റോണിന് എന്നോട് ഭയങ്കര ഇഷ്ടം, പോകുന്നേയില്ല. ഞാൻ ഒട്ടിക്കുക എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തരിക. അവസാനം ആ ഒരു കുന്തൻ സ്റ്റോണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അവിടെ തന്നെ തിരികെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞപ്പോൾ അതിന് മനസ്സിലായി. പിന്നെ ലാസ്റ്റ് കുന്തൻ സ്റ്റോണും നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കമ്മലിന്റെ ഒരു പെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കമ്മലിന്റെ അടുത്ത പെയർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു കമ്മലിന്റെ പെയറും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഗ്ലാസ് ഷീറ്റിൽ നിന്ന് അതൊന്ന് വെട്ടി നമുക്ക് മാറ്റി വെക്കണം. വെട്ടി മാറ്റിയതിന് ശേഷം അതൊന്ന് നമ്മൾ സിഗർ ലൈറ്റ് അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഷീറ്റിന്റെ ഭാഗം നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഒരു ജോഡി കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മലിന്റെ ബേസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കമ്മൽ തിരിച്ച് വെച്ച് നമുക്ക് ആ ഭാഗത്ത് ഗമ്മ സ്പ്രെഡ് ചെയ്യണം. ഗമ്മ നല്ല രീതിക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നാണം കിട്ടും കേട്ടോ. നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ പണിയാവേ. പിന്നെ ആരും എന്നോട് ചോദിക്കല്ലേ കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഗമ്മ് നമ്മൾ അത് ഉണക്കി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പം നമുക്കത് നേരെ ഗമ്മ് നമ്മൾ B7000 തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനേക്കാളും അഡ്ഹസീവ് ആയിട്ടുള്ള ഗമ്മുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്റ്റഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കമ്മലിന്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ. ഇതാണ് കേട്ടോ നമ്മുടെ കമ്മലിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.